പാപം ചെയ്ത് അടിക്കടി നശിച്ചുകൊണ്ടിരിക്കുന്ന മാനവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ തൻ്റെ പുണ്യം കൊണ്ട് ഇനി സ്വർഗം കാണില്ലെന്ന് മനസ്സിലുറച്ച ദൈവം മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തെ തോൽപ്പിച്ച് മനുഷ്യവംശത്തെ സ്വർഗത്തിലേക്ക് വീണ്ടെടുക്കാൻ ഒരു സൂത്രം കണ്ടുപിടിക്കുന്നുണ്ട്. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക. പീഡാനുഭവോർമ്മയുടെ നാൾ വഴികളിൽ കുരിശിലേറിയ ഒരു രാജാവിനെ കുറിച്ച് കൂടെ നമുക്ക് ധ്യാനിക്കാം. രാജാവെന്ന വാക്കിന്റെ നിർവചനവും അന്നുവരെ പാലിച്ചിരുന്ന പതിവുമെല്ലാം മാറ്റി എഴുതുന്നുണ്ട് കാൽവരിയുടെ വിരിമാറിൽ ഒരു ചെറുപ്പക്കാരൻ. കാലം കണ്ട മറ്റു രാജാക്കന്മാരെല്ലാവരും മനുഷ്യന്റെ നിർമ്മിതികൾ തന്റെ കൈക്കുള്ളിലാക്കാൻ പടയോട്ടങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടത്തിയപ്പോൾ ഈ നസറായൻ ഓടിയത് മനുഷ്യ നിർമ്മിതികളെ സ്വന്തമാക്കാനായിരുന്നില്ല, മറിച്ച് മനുഷ്യനെ സ്വന്തമാക്കുവാനും ചൊരിഞ്ഞത് മുഴുവൻ അപരന്റെയല്ല, മറിച്ച് തന്റെ രക്തവും. തന്നെ പിന്തുടർന്ന ശിഷ്യന്മാർക്കെല്ലാം ഈ സൂത്രം പറഞ്ഞു കൊടുക്കാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:17 ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. പടയോട്ടങ്ങൾക്കൊടുവിൽ താനൊന്നും നേടിയിട്ടില്ല എന്ന് തന്റെ അനുചരന്മാർക്ക് ബോധ്യമാകുവാനും താൻ കടിഞ്ഞാൻ വലിച്ച കൈകൾ ശൂന്യമാണെന്ന് കാണിക്കുവാനും വേണ്ടി മഞ്ചത്തിൽ തന്റെ കൈകൾ പുറത്തിടണമെന്ന് പറഞ്ഞ മഹാനായ ഒരു രാജാവുണ്ട് ചരിത്രത്തിൽ. എന്നാൽ അവന് അപവാദമായി ഒരു 33കാരൻ ഭൗതികമായി ഒന്നും നേടിയിട്ടില്ലാതിരിക്കെ, ഒരു പടയോട്ടങ്ങളും നടത്തിയിട്ടില്ലാതിരിക്കെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ആശ്വാസവാക്കോതി ധീരവും തൃപ്തവുമായ മറ്റൊരു മരണം വരിക്കുന്നുണ്ട് ഇതേ ചരിത്രത്തിൽ. അമ്പരചുംബികളായ കൊട്ടാരങ്ങളുടെ ചുവര് പൊളിച്ച് കാലിത്തൊഴുത്തിൽ മണ്ണിന്റെയും വക്കോലിന്റെയും ഇടയിലേക്കാണ് കാലത്തിനെ രണ്ടായി തിരിച്ചവന്റെ ജനനം. കാൽവരിയിൽ നാട്ടിയ കുരിശായിരുന്നു അവന്റെ സിംഹാസനം. മുള്ളുകൾ കൊണ്ടുള്ളതായിരുന്നു അവന്റെ രാജകിരീടം. ധീരമായിരുന്നു നെഞ്ചുറപ്പ്, ശക്തമായിരുന്നു അവന്റെ ഭാഷണം. ദരിദ്രരായിരുന്നു പലപ്പോഴും അനുയായികൾ. അനുകമ്പാർദ്രമായിരുന്നു ഹൃദയം. കരുണയിലും നീതിയിലും ഉറച്ചതായിരുന്നു അവന്റെ ബോധ്യങ്ങൾ. തകർക്കാനാകാത്തതായിരുന്നു അവന്റെ നിലപാടുകൾ. പ്രിയപ്പെട്ടവരെ, അപരൻ തന്നോട് ചെയ്ത തെറ്റ് പൊറുത്തതിന്റെ പേരിൽ കാലങ്ങൾക്കിപ്പുറം അറിയപ്പെടുന്ന ഒരു രാജാവ് കൂടിയുണ്ട് ചരിത്രത്തിൽ. അവന്റെ പേര് യേശു എന്നാണ്. അവന്റെ വരവിനെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്. വാഴ്വിലെ അവന്റെ നല്ല നാളുകളെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്. അവന്റെ മരണത്തെക്കുറിച്ചും അവൻ പൊളിച്ച കല്ലറയെക്കുറിച്ചും നിത്യമായി നമ്മോടുകൂടെ വസിക്കുന്ന ഇമ്മാനുവലായ അവനെക്കുറിച്ചും പ്രവചനങ്ങൾ ഏറെയുണ്ട്. മറ്റെല്ലാവരും ജീവിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ച് മൃതിയെ ഭയന്ന് ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇവൻ മരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഭയന്ന മൃതിയെ സ്വന്തം മൃതി കൊണ്ട് തോൽപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ചു. അവൻ മരിച്ചതോ മരണത്തെ ഭയന്നവരെ നിത്യമായി ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും. അവൻ വിജയിക്കുകയും ചെയ്തു. പ്രിയരെ, പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നാളുകളിൽ ഇനി നമ്മുടെ കണ്ണുടക്കേണ്ടത് കുരിശിലേക്കല്ല, മറിച്ച് കുരിശിൽ കിടന്നവൻ നോക്കിയിടത്തേക്കാണ്. ഓരോ കുരിശനുഭവങ്ങളും എന്നെ സ്വർഗപിതാവിന്റെ ഇടത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. കുരിശിലേറ്റിയവരെ ആരെയും അവൻ താഴെ ഇറക്കിയിട്ടില്ല. അതാണ് കുരിശിൽ നിന്ന് തന്നെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞ കള്ളനോട് അവൻ മൗനം ഭജിച്ചതും. നാഥ, നീ നിന്റെ ഇടത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞവനെ നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് ഉറപ്പും നൽകിയത്. ആമേൻ.